ചക്കതര എന്താണ്, മാങ്ങതര എന്താണെന്നല്ലേ? കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത്. പാലാ മരങ്ങാട്ടുപള്ളിയിലെ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനാണ്. വീട്ടമ്മയെ മാത്രമല്ല, ആ വീട്ടമ്മ ഉണ്ടാക്കുന്ന 140ഓളം ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളും അറിയാനുണ്ട്. വീട്ടുവളപ്പിൽ വിളയുന്നതെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ഈ വീട്ടമ്മ. പാലാ മരങ്ങാട്ടുപള്ളി സ്വദേശിനി ബീന ടോമാണ് 140ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് താരമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോബി ജോൺസന്റെ കൂടെ പോയി നേരെ ആ മരങ്ങാട്ടുപള്ളിയിലെ വീട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞു വരാം. കോട്ടയം മരങ്ങാട്ടുപള്ളിയിലാണ് ബീന ടോം എന്ന ആ വീട്ടമ്മയുടെ വീടുള്ളത്. ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ആ വിഭവങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണാനാകും. എന്തായാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ജാമുകൾ, ജ്യൂസുകൾ, അച്ചാറുകൾ, ഇടിയിറച്ചി എന്ന് വേണ്ട ഏകദേശം 140-ലധികം വിഭവങ്ങൾ ബീന ടോം എന്ന് പറയുന്ന ഈ വീട്ടമ്മ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ വീട്ടുമുറ്റത്തുനിന്നും മറ്റും ലഭിക്കുന്ന പൂക്കളും പഴങ്ങളും മറ്റും കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ഞാൻ ആദ്യമായിട്ട് തേനീച്ച കൃഷിയിലാണ് ഇത് തുടങ്ങുന്നത്. തേനീച്ച കൃഷിയിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് സമയം നമുക്ക് വീണ്ടും മിച്ചമാണ്. അപ്പോൾ ഓർത്ത് നമ്മുടെ വീട്ടുവളപ്പിലുള്ള പഴങ്ങളും പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. അതിന് ആവശ്യക്കാർ ഏറെയായിരുന്നു. മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതിക്കയുടെ ജ്യൂസ്, ജാമ്, പിക്കിള്, ബാറ്, ക്യാൻഡി, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ പാഷൻ ഫ്രൂട്ട്, മാമ്പഴം, വെള്ളൂവിക്ക, ശംഖുപുഷ്പം. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തതാണ് ഈ ശംഖുപുഷ്പത്തിൽ നിന്ന് സ്ക്വാഷ്, ജാമ്, ഡ്രൈഡ് ഫ്ലവർ, ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീ, പിന്നെ ഫേസ് പാക്ക്, ഹണി സോപ്പ്, ശംഖുപുഷ്പം ബേസ്ഡ്. വേറെ തേനീച്ചയുടെ വാക്സിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള ക്രീമുകൾ, തേൻ ഇൻഫ്യൂസ്ഡ്, ഹണി ഇൻഫ്യൂസ്ഡ്, ഇഞ്ചി, മഞ്ഞൾ, കാന്താരി, വെളുത്തുള്ളി, അങ്ങനെ ഇൻഫ്യൂസ്ഡ് പ്രൊഡക്റ്റുകൾ. പിന്നെ ജാക്ക് ഫ്രൂട്ട്, നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ചക്കപ്പഴത്തിൽ നിന്ന് ജാക്ക് ഫ്രൂട്ടിൻ്റെ ബോള്, ചക്ക വരട്ടി, ചക്ക ഹൽവ, ജാക്ക് ഫ്രൂട്ട് ബാറ്, പിന്നെ ചക്കപ്പഴം തേനിലിട്ട ഒരു പ്രൊഡക്റ്റ്. മാമ്പഴത്തിൻ്റെ തിരകൾ തന്നെ വെറൈറ്റി ചെയ്യുന്നുണ്ട്. മാമ്പഴത്തര, ചക്കത്തര, ജാതിക്കാത്തര, കുമ്പളങ്ങ കൊണ്ടുള്ള തര, പേരയ്ക്ക. ഇത് എൻ്റെ ഒരു പ്രൊഡക്റ്റിനകത്തും യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവോ കളറോ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കൊറിയർ അയക്കുകയാണെങ്കിൽ പോലും ഒരു 3 ദിവസം കൊണ്ട് കിട്ടത്തക്ക രീതിയിൽ ആണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഹണി പ്രൊഡക്റ്റുകളും നമുക്ക് എത്ര ദിവസത്തേക്കാണേലും ഉപയോഗിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ചക്കത്തിര. ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. നിരവധി ആളുകൾ ഇത് അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. എല്ലാ സീസണിലും ഇത് കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതാണ് നല്ല വരിക്കച്ചക്കയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ചക്കത്തര. വരിക്കച്ചക്കയുടെ പൾപ്പെടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. 10-12 ദിവസത്തെ പ്രോസസ്സിംഗ് ആണിത്. ഇതോടൊപ്പം തന്നെ മാമ്പഴത്തിരയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? സാധാരണ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന ഈ മാമ്പഴത്തിരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ തിൻപൾപ്പി ചെയ്യുന്നതാണ്. നമ്മൾ ഒറിജിനൽ മാമ്പഴത്തിൻ്റെ പൾപ്പ് തന്നെ എടുത്തു വെച്ച് ചെയ്യുന്നതാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ബീന ടോം എന്ന് പറയുന്ന വീട്ടമ്മയെ തേടി ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് മറ്റൊരു വിഭവത്തിന് വേണ്ടിയാണ്. അത് ഇടിയിറച്ചിയാണ്. അതിൻ്റെയും ഒരു പ്രൊഡക്ഷൻ ഇവിടെയുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും ഇടിയിറച്ചി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിക്കാം. ഇടിയിറച്ചിക്ക് വലിയ ഡിമാൻഡുണ്ട്. ഇടിയിറച്ചിക്ക് ഭയങ്കര ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഔട്ട്സൈഡ് വിദേശത്തേക്ക് പോകുന്നവർക്ക്, അതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടുന്നവർക്ക്. കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിട്ട് കഴിയുമ്പോൾ അവർ പട്ടിണി കിടക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് മീൻസ് ഇങ്ങനെയൊരു കറി ഉണ്ടെങ്കിൽ
അവർക്ക് എന്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയല്ല അവർക്ക് ഉപയോഗിക്കുന്നത്. റെഡി ടു ഈറ്റ് എന്നുള്ള ഫോമിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് ഉപ്പ് ചേർക്കുകയില്ല, വിനീഗർ ഒരുപാട് ചേർക്കില്ല. അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന ഇതൊക്കെ ഒരു 2 ആഴ്ച. വീട്ടമ്മമാർക്കെല്ലാം പ്രചോദനമാകും ഈ കാഴ്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ബീന ടോമിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പം ചക്കത്തര എന്താണെന്നും മാങ്ങാത്തര എന്താണെന്നും കണ്ടല്ലോ. മധുരമുള്ള വിഭവങ്ങളാണെന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഹോം മെയ്ഡ് ആയിട്ടുള്ള നാടൻ വിഭവങ്ങൾ, അതും യാതൊരുവിധ മായവും ഇല്ല എന്നതാണ് ബീന ടോം പറയുന്നത്. ഇത്തരം സാധ്യത നമുക്കുമുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തുകൊണ്ട് ഇത്തരം പഴങ്ങളും ഇത്തരം സസ്യങ്ങളൊക്കെ അതിനെയൊക്കെ ഇങ്ങനെ ഒരു സാധ്യതയാക്കി മാറ്റാം എന്നുകൂടി കാണിച്ചു തരികയാണ് മരങ്ങാട്ടുപള്ളിയിലെ ബീന ടോം.